ചാവക്കാട് നഗരത്തിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസം ടോറസ് ലോറിയും സൈക്കിളും കൂട്ടിയിടിച്ച് ഗൃഹനാഥൻ മരണപ്പെട്ടിരുന്നു. കൂടാതെ നിരവധി അപകടങ്ങളും ഇവിടെയുണ്ടായി. പലർക്കും അപകടത്തിൽ ഗുരുതര പരിക്ക് സംഭവിച്ചു. ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത്. അടിക്കടി അപകടങ്ങളുണ്ടായിട്ടും അധികാരികൾ കാര്യമായ രീതിയിൽ ഇടപെടൽ നടത്തുന്നില്ലെന്ന് പൊതുപ്രവർത്തകനായ ഫിറോസ് പി തൈപ്പറമ്പിൽ പറഞ്ഞു. ചാവക്കാട് പട്ടണത്തിൽ ഇതുപോലെയുള്ള അപകടങ്ങളും അപകട മരണങ്ങളും തുടർക്കഥയാവുകയാണ്. നമ്മൾ പ്രതിഷേധം ഉയർത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞത് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട അതോറിറ്റി യോഗം ചേർന്ന് വിലയിരുത്തി നടപടികൾ സ്വീകരിക്കുമെന്നാണ്. അവരൊക്കെ യോഗം ചേരുക, വിലയിരുത്തുക എന്നതിനപ്പുറത്ത് ഒരു നടപടിയിലേക്കും കടന്നില്ല എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമാണ്. ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനിയും ഉണ്ടാവാം. അതൊക്കെ ഞങ്ങളെപ്പോലെയുള്ളവരെ ആശങ്കപ്പെടുത്തുകയാണ്. ചാവക്കാട് ചേറ്റുവ റോഡിൽ നിന്ന് പൊന്നാനി ഭാഗത്തേക്ക് തിരിയുന്ന ഭാഗത്താണ് അപകടം കൂടുതൽ നടക്കുന്നത്. നഗരത്തിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഇതുമൂലം അപകടങ്ങൾ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചുവെങ്കിലും പിന്നീട് ഇത് ഉപേക്ഷിച്ചു. നേരത്തെ ഗതാഗതം നിയന്ത്രിക്കാൻ ഹോംഗാർഡിനെ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവിടെ ആരും തന്നെയില്ല. അപകടത്തിൽ യുവാവ് മരണപ്പെട്ട സമയത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നിരുന്നുവെങ്കിലും പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ല. TCV ന്യൂസ്, ചാവക്കാട്.